ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. ക്രാഫ്റ്റ് വന്നിട്ട് നമ്മൾ പിസ്ത ഷെല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിസ്ത ഷെല്ല് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ ടുലിപ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഈ സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഫാബ്രിക് പെയിൻറ്റ്, നമ്മുടെ പെയിൻറ്റിങ് ബ്രഷ്, പിസ്ത ഷെല്ല്, ഒരു വയർ പോലത്തെ ഒരു സാധനം, അത് അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്. അപ്പം ഇനി നമുക്ക് ഈ വയർ ആദ്യം തന്നെ കട്ട് ചെയ്യാം, ചെറിയ ചെറിയ പീസുകളാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഈ പിസ്ത ഷെല്ല് ഫുള്ള് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ഗ്ലൂ ഗൺ കുറച്ച് നേരം ചൂടാകാൻ വെക്കാം, എന്നാലേ ഇതിന് ഗ്ലൂ സ്റ്റിക്ക് ഉരുകി വരുത്തോളൂ. ഉണ്ട്. അപ്പം നമുക്കിനി ഇത് ഓരോന്നും ചെയ്തിട്ട് വരാം. ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് ചെയ്യാം. ഞാനൊരു ലൈറ്റ് പിങ്ക് പോലത്തെ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പർപ്പിളോ ലാവൻഡറോ യെല്ലോ ഇങ്ങനെ ഏത് കളർ വേണമെങ്കിലും അടിക്കാം. അപ്പം ഞാൻ നല്ല ലൈറ്റ് പിങ്കാണ് അടിച്ചേക്കുന്നത്. ഇനി നമുക്ക് എല്ലാം അടിച്ചിട്ട് കാണാം. ഇതാണ്ട് ഇനി ഇതേപോലെ നിങ്ങൾക്കും ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സാധനമാണിത്. എളുപ്പമെന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ കുറച്ച് ടൈം എടുക്കുമെന്നേ ഉള്ളൂ. എന്നിരുന്നാണ്ട് ഞാൻ പെയിൻ്റ് അടിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാം പെയിൻ്റ് അടിച്ചിട്ട് ഇതിനകത്ത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കാം. അപ്പം അതിനും ഇത് തന്നെയാണ് വേണ്ടത്. ഇത് കുറച്ചും കൂടി അതേപോലൊക്കെ തന്നെ എടുക്കാം. ഞാൻ ലീഫും കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, ടുലിപ്സിൻ്റെ അത്രയും പോലും ഉണ്ടാക്കുന്നില്ല. നമുക്ക് വളരെ കുറച്ച് മാത്രം മതി. അപ്പോൾ ഇനി മാസ്കിംഗ് ടേപ്പ് എടുത്തിട്ട്, അല്ലെങ്കിൽ പേപ്പർ ടേപ്പ് ഇതെടുത്ത് ഇതിനകത്തേക്ക് ഇത് വെച്ചതിന് ശേഷം ഞാൻ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. ചെയ്യുമ്പോൾ കുറച്ച് പെർഫെക്ഷനോടെ ചെയ്യാൻ നോക്കുക. അപ്പോൾ എൻ്റെ ഇച്ചിരിയൊക്കെ ഒന്ന് കുളമായി പോയിട്ടുണ്ട്. കുഴപ്പമില്ല, ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ടാണ്. ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ഏകദേശം കഴിയാറുണ്ട്. നമുക്കിനി ലീഫും അതിനകത്തൊന്ന് കുത്തി വെച്ചാൽ മാത്രം മതി. അങ്ങനെ ഞാൻ കുറച്ച് ലീഫ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്കിനി ലീഫിനകത്ത് പെയിൻറ്റ് ചെയ്യണം. അത് കുറച്ച് പാടാണ്. വെക്കേഷനായിട്ട് നമുക്കിനി അങ്ങോട്ട് കുറേ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാം. വെക്കേഷനായിട്ട് എല്ലാവർക്കും ക്രാഫ്റ്റ് ചെയ്യാമല്ലോ. അപ്പം ഞാൻ നല്ലൊരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടാണ് ഇതിനകത്ത് അടിക്കുന്നത്. നല്ലപോലെ ഒരു ഷെയ്ഡ് വരുന്ന രീതിക്ക് അടിക്കുക. ഇപ്പം ഞാൻ അത്ര ഇതായിട്ടൊന്നും അടിക്കുന്നില്ല. ഞാൻ വെറും സിമ്പിളായിട്ട് കുറച്ച് ഗ്രീൻ പെയിൻ്റ് എടുത്ത് അടിക്കുകയാണ്. നമുക്ക് ട്യൂബിലെ പെയിൻറ്റ് ഇഷ്ടപ്പെട്ട രീതിയിലെ പെയിൻറ്റ് അടിക്കാം. എൻ്റെ ഈ ഫാബ്രിക് പെയിൻറ്റ് പേസ്റ്റൽ കളേഴ്സേ ഉള്ളൂ. ഇങ്ങനത്തെ കളർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്യൂബ് പോലത്തെ പെയിൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാവേ. അപ്പോൾ അതുകൊണ്ട് കയ്യിലെല്ലാം ആയിട്ടുണ്ട് കുറച്ച് പെയിൻറ്റ്. അതുകൊണ്ട് ഞാൻ വാട്ടർ കളറും യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. അന്നേരം നല്ലപോലെ അടിക്കാൻ പറ്റും കളറ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നമ്മുടെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തുള്ള ബൈ. ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ്.